Assalamualaikum, Namaskaram. Welcome to Jasnas Cooking World. അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ ആദ്യം 1 കിലോ ചിക്കൻ എടുത്ത് കഴുകി വെള്ളം കളയാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ 1 കിലോ അരി എടുത്തിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട പൊടികളാണ് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. പിന്നെ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ 3 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 3 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ അല്ലി ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലത്തെ എടുത്തിട്ട് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളകും കൂട്ടിയിട്ട്. പിന്നെ ഇതുപോലത്തെ ഒരു 4 വലിയ ഉള്ളി എടുത്തിട്ട് അരിഞ്ഞ് അത് പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് നെയ്യ് വേണം. പിന്നെ നമുക്ക് തൈര് വേണം, ഉപ്പ് വേണം, കുറച്ച് ഓയിൽ കൂടെ വേണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പം അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുകയാണ്. പൊടികൾ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉള്ളി പൊരിച്ചത്, പിന്നെ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തൈര് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ട് ഇത് കൈ കൊണ്ട് ഇത് ഞാൻ കൈ ഉപയോഗിച്ച് എല്ലാം കൂടെ നന്നായിട്ട് ചിക്കനിൽ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കണം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഇതൊരു 5 മിനിറ്റ് വെച്ചിരിക്കുന്നത് നല്ലതാണ്. 5-10 മിനിറ്റ്. സമയമില്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച് ഈ ചിക്കൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഇളക്കി വെച്ചിട്ട് ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ട് എല്ലാം നന്നായിട്ട് ഒന്ന് കുക്കായി വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ കറക്റ്റായിട്ട് ചിക്കൻ വെന്ത് ചിക്കനിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പെല്ലാം കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചോറുണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ അരി ഊറ്റിയിട്ടാണ് വെക്കുന്നത്. അതിനുവേണ്ടി കുറച്ചധികം വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം പട്ട, കറാമ്പു, ഏലക്കായ, തൊലി കളഞ്ഞ കുരു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. വെള്ളത്തിന് കണക്കില്ല, കാരണം കുറച്ചധികം വെള്ളം വെച്ചിട്ട് വേണം ഊറ്റിയെടുക്കാനായിട്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് ദമ്മിടുന്നത് വെച്ചാൽ 1 കിലോ അരിക്ക് ഒരു 1.5 കപ്പ് വെള്ളം മതിയാവും. കാരണം ചിക്കനിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ചോറിന്. അത് നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് ഒന്നും കൂടെ ഒരു 1/4 ഭാഗം വേവായാൽ നമുക്ക് വെള്ളത്തിൽ ഒന്ന് വാർത്തിയെടുക്കണം. ഇപ്പോൾ അരി ഇതാ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളം കളയാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അരിയും വെള്ളം കൂടെ. അരി ഞാൻ അവിടെ വെള്ളം കളയാനായിട്ട് വറുത്തി വെച്ചിട്ടുണ്ട്. ആ സമയം ഞാൻ ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് വറുത്തി വെച്ച ചോറിട്ട് കൊടുക്കാം. ഇപ്പം മുഴുവൻ ചോറും അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് 1 ടേബിൾ സ്പൂൺ പശുനെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ അരി ഒരു 1/4 ഭാഗമേ വെന്തിട്ടുള്ളൂ. ഇനി ദമ്മിൽ കിടന്നിട്ട് ചിക്കൻ്റെ വെള്ളമൊക്കെ ആയിട്ടുള്ള ഇതിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ട് വെന്ത് കറക്റ്റ് പാകമായി കിട്ടിക്കോളും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങ നീരും കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയതാണിത്. ഒരു ചെറിയ കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ കുറച്ച് കാശ്മീരി ചില്ലി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ തന്നെ കലക്കിയിട്ട്. ഇതൊന്നും നിർബന്ധമില്ല. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി ഓൾറെഡി പൊരിച്ചിട്ട കാരണം പിന്നെ അതിൻ്റെ മേലെ ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് ഫോയിലായിട്ട് കവർ ചെയ്യാം. ഒരു കഷ്ണം ഫോയിൽ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് ആവിയൊന്നും പുറത്ത് കിടക്കാത്ത രീതിയിലൊന്ന് കവർ ചെയ്യാം. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 15 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ദം ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട്. ദമ്മെല്ലാം ആയാൽ നോക്കാം.
എല്ലാം കറക്റ്റായിട്ട് ആവിയൊക്കെ ഇതാ മേലേക്ക് തന്നെ എടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. ഇനി ഞാനൊരു സെർവിങ് ബൗൾ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ അതിൻ്റെ മേലെ നിന്ന് കുറച്ച് ചോറ് എടുത്ത ശേഷം വേണം അടിയിൽ നിന്ന് മസാല കൂടെ എടുക്കാൻ. ഇപ്പം ഞാനൊരു സെർവിങ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചോറും ചിക്കനൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകമായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് ചോറും ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ രീതിയിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.